ഇമ്രാൻഖാന്റെ അറസ്റ്റിന് പിന്നാലെ അനുയായികളും PTI പ്രവർത്തകരും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയതോടെ രാജ്യവ്യാപക കലാപമാണ് പാകിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഇമ്രാൻഖാന് പോലീസിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റെന്ന് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് ആരോപിച്ചിരുന്നു. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് അണികൾ തെരുവിലിറങ്ങണമെന്ന് PTI ആഹ്വാനം ചെയ്തിരുന്നു. ഇതോടെയാണ് പാർട്ടി പ്രവർത്തകർ കലാപം അഴിച്ചുവിട്ടത്. രാജ്യത്ത് മൊബൈൽ ഇന്റർനെറ്റ് സേവനം താൽക്കാലികമായി റദ്ദാക്കി. ട്വിറ്റർ, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. ആഭ്യന്തരമന്ത്രി റാണ സനാവുള്ളയുടെ ഫൈസൽബാദിലെ വീടിന് നേരെ കല്ലേറുണ്ടായി. തന്റെ വീടിന് നേരെ കല്ലേറുണ്ടായതിനു പിന്നാലെ പ്രതിഷേധക്കാരെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുമെന്നാണ് റാണ സനാവുള്ള പറഞ്ഞത്. അതുപോലെ ഒരു കൂട്ടം പ്രതിഷേധക്കാർ റാവൽപിണ്ടിയിലെ പാകിസ്ഥാന്റെ കരസേന ആസ്ഥാനത്തേക്ക് ഇരച്ചുകയറി. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന കണ്ണീർവാതകം പ്രയോഗിച്ചെങ്കിലും ഗേറ്റ് മറികടന്ന് ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ലാഹോറിലെ കരസേന കമാൻഡറുടെ വീടിന് പ്രതിഷേധക്കാർ തീയുമിട്ടു. ഗേറ്റും ജനൽ ചില്ലകളും പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. കറാച്ചിയിലും സിന്ധ് പ്രവിശ്യയിലെ ഹൈദരാബാദിലും ബലൂചിസ്ഥാനിലെ ക്വറ്റയിലും പ്രതിഷേധക്കാർ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. ഒട്ടേറെ സർക്കാർ ഓഫീസുകൾ പ്രതിഷേധക്കാർ കയ്യേറി. ഇസ്ലാമാബാദ്, റാവൽപിണ്ടി, ലാഹോർ, കറാച്ചി, ഗുജ്റൻവാല, ഫൈസൽബാദ്, മുൾട്ടാൻ, പെഷാവാർ, മർദാൻ എന്നിവിടങ്ങളിൽ പ്രതിഷേധക്കാർ വീടുകൾക്കും ഓഫീസുകൾക്കും വാഹനങ്ങൾക്കും നേരെ കല്ലേറ് നടത്തി. ബാനറുകൾക്കും ടയറുകൾക്കും തീയിട്ടു. പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു. കൊറ്റയിൽ പ്രതിഷേധത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുവരെ റിപ്പോർട്ടുണ്ട്. 20 പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. നിരവധി പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ച ഇസ്ലാമാബാദ് ഹൈക്കോടതിയുടെ പുറത്തുനിന്നാണ് ഇമ്രാൻഖാനെ പാകിസ്ഥാന്റെ അർദ്ധ സൈനിക വിഭാഗമായ റേഞ്ചേഴ്സ് അറസ്റ്റ് ചെയ്തത്. അൽ ഖാദിർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് ഇമ്രാൻഖാനെതിരായ നടപടി. അൽ ഖാദിർ ട്രസ്റ്റ് കേസിൽ ഇമ്രാൻഖാനും ഭാര്യ ഖുഷ്റ ബീവിയും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി നേതാക്കളും ചേർന്ന് കോടിക്കണക്കിന് രൂപയും സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ബഹരിയ ടൗണിൽ നിന്ന് ഭൂമിയും കൈപ്പറ്റിയെന്ന ആരോപണത്തെ തുടർന്നാണ് നിലവിലെ അറസ്റ്റ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അനധികൃത ഇടപാടിലൂടെ ദേശീയ ഖജനാവിന് 190 മില്യൺ പൗണ്ടിന്റെ നഷ്ടമുണ്ടാക്കി എന്നാണ് കേസ്.